ദുനിയാവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹമാണ് എല്ലാവരും കുട്ടികൾക്ക് വേണ്ടി ദുആ ചെയ്യും, മക്കൾ സാലിഹാൻ വേണ്ടി ദുആ ചെയ്യും. പടച്ചോനെ എൻ്റെ കുട്ടിനെ ശൈത്താനെ തൊട്ട് കാക്കണേ എന്ന് ചരിത്രത്തിൽ ആദ്യമായി ദുആ ചെയ്തത് മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ ഉമ്മ ഹന്നത്ത് ബീവിയാണ്. ഇന്നി ഉഈദുഹാ ബിക വ ദുരിയതഹാ മിനശ് ശൈത്താനിർ റജീം. അല്ലാഹുവേ, ശൈത്താനുർ റജീമിനെ തൊട്ട് ഈ കുട്ടിയെയും ഈ കുട്ടിയുടെ സന്താന പരമ്പരയെയും നീ സംരക്ഷിക്കണേ റബ്ബേ എന്ന് ഹന്നത്ത് ബീവി ദുആ ചെയ്തു. അതാണ് യഥാർത്ഥത്തിൽ മറിയം ബീവി റളിയല്ലാഹു അൻഹക്ക് അല്ലാഹുവിൽ നിന്ന് ലഭിച്ച ഏറ്റവും വലിയ സംരക്ഷണവും എന്ന് കാണാൻ പറ്റും. പിശാച് ഒരു മനുഷ്യനെ സ്വീപ്പാക്കാൻ പലവിധ തന്ത്രങ്ങളെയാണ് മെനയുന്നത്. ശൈത്താന്റെ ഷെറിലാണ് യഥാർത്ഥത്തിൽ നമ്മൾ പലപ്പോഴും പെട്ടുപോകുന്നത്. അതുകൊണ്ട് നമ്മുടെ മക്കളെ കാര്യത്തിൽ നമ്മൾ വളരെ വലിയ ശ്രദ്ധയുള്ളവരായിരിക്കണം. ബഹുമാനപ്പെട്ട മുഹദ്ദിസീങ്ങൾ, ബഹുമാനപ്പെട്ട ചരിത്രകാരന്മാർ ഇതുമായി ബന്ധപ്പെട്ട ധാരാളം വിഷയങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മക്കളുടെ കാര്യവുമായി ബന്ധപ്പെട്ട്, മക്കളെ നോക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് വാപ്പ ചീത്ത പറയണത് യഥാർത്ഥത്തിൽ കുട്ടിക്ക് ദേഷ്യമുള്ള കാര്യമല്ല എന്നാണ്. വാപ്പ ചീത്തറിഞ്ഞു എന്ന് പറഞ്ഞാൽ അതൊരു അഭിമാനമുള്ള കാര്യമാണ്. അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റൂല. എൻ്റെ വാപ്പ ചീത്ത പറയുന്നു പറയണത് ഒരഭിമാനമുള്ള കാര്യമാണ്. യഥാർത്ഥത്തിൽ ചീത്ത പറയുന്ന വാപ്പ എന്നത് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അഭിമാനമാണ്. പക്ഷെ ഒരു ചീത്ത പറയാൻ യോഗ്യതയുള്ള വാപ്പ എവിടെയുള്ളത് എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. ഒരു വാപ്പ ആകുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ളതാണ്. വാപ്പ ആകാൻ വളരെ സുഖമുണ്ട്. ചന്തയിൽ പോവുക, നല്ലൊരു മൂരിക്കുടിനെ വാങ്ങിക്കൊണ്ടുവരിക, അറുത്തിട്ട് നല്ലൊരു ബിരിയാണിയും വെച്ചാൽ വാപ്പയാകാം. പക്ഷേ ഒരു വാപ്പയായി കുട്ടിയുടെ ജീവിതകാലം മുഴുവൻ തുടരുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ശ്രമകരമായൊരു ദൗത്യമാണ്. അതിന് കഴിവുള്ള വാപ്പമാർ എത്രയുണ്ട് എന്നതാണ് വളരെ പ്രധാനം. വാപ്പ ചീത്ത പറയൽ കുട്ടിക്ക് അഭിമാനമാണ്. ചീത്ത പറയാൻ യോഗ്യതയുള്ള വാപ്പമാർ എത്രയുണ്ട് എന്നത് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി, പ്രധാനപ്പെട്ട ഒരു വിഷയമായി നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. ഒന്നിച്ചിരുന്ന് മദ്യപിക്കാൻ പാടില്ല എന്ന ബോധമുള്ളവർക്ക് എന്തുകൊണ്ട് ഒന്നിച്ചിരുന്ന് സീരിയൽ കാണാൻ പാടില്ല എന്ന ബോധമുണ്ടായില്ല എന്നതാണ് ആലോചിക്കേണ്ടത്. ഒന്നിച്ചിരുന്ന് കള്ളുടിക്കാൻ പാടില്ല എന്ന് എല്ലാവർക്കും ബോധമുണ്ട്. അതേപോലത്തെ ഒരു വിഷയമാണ് ഒന്നിച്ചിരുന്ന് സ്ത്രീയും പുരുഷനും കൂടിയുള്ള സീരിയൽ കാണാൻ പാടില്ല, അതും മാന്യതക്ക് നിരക്കാത്തതാണ് എന്ന ബോധം എന്തുകൊണ്ട് നമുക്ക് നഷ്ടപ്പെടുന്നു എന്നത് ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. കുട്ടികളെ എന്തൊക്കെ പഠിപ്പിക്കണം? ഈ കുട്ടികളാണ് നാളത്തെ യുവാക്കൾ എന്ന് പറയുന്നത്. ഒരു കുട്ടിയുടെ 7 വയസ്സ് വരെയോ 8 വയസ്സ് വരെയോ ഉള്ള ഒരു കുട്ടിയുടെ ഉമ്മയിൽ നിന്നും ഉപ്പയിൽ നിന്നുമുള്ള പഠനമാണ് പിന്നെ അവൻ്റെ ജീവിതത്തിൽ അവൻ നിത്യമായി കൊണ്ടു നടക്കുന്ന പ്രധാനപ്പെട്ട വിഷയം. യഥാർത്ഥത്തിൽ ദുനിയാവിലേക്ക് ജനിച്ചു വരുന്ന ഒരു കുട്ടി അള്ളാഹുവുമായി ഏറ്റവും അടുത്ത് ബന്ധമുള്ളവനാണ് എന്നാണ്. നമ്മളിപ്പോൾ ഇങ്ങനെ ഇരിക്കണതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു കുട്ടി കയറി വന്നാൽ പരിചയമുള്ള ആരെയും കാണാനില്ലെങ്കിൽ ആ കുട്ടി കരയും, ഭയങ്കരമായിട്ട് കരയും. പിന്നെ അപ്പം അങ്ങനെ ആ കുട്ടിയുടെ വാപ്പ വരുന്നുണ്ട്. വാപ്പ വന്നിട്ട് ആ കുട്ടിയുടെ കൈമ പിടിച്ചാൽ കരച്ചിൽ നിർത്തും. കാരണം പരിചയമുള്ള ഒരാൾ വന്നു. വാപ്പാൻ്റെ അടുത്ത് നിന്ന് ഒരു കുട്ടി കരയാണെങ്കിൽ ഉമ്മ വന്നിട്ട് ആ കുട്ടിനെ എടുത്താൽ കുട്ടി കരച്ചിൽ നിർത്തും. ഉമ്മാൻ്റെ അടുത്ത് നിന്ന് ഒരു കുട്ടി കരയാണെങ്കിലോ ഉമ്മയേക്കാൾ പരിചയമുള്ള ഒരാൾ വരണം, എന്നാൽ കരച്ചിൽ നിർത്തും. ഉമ്മയേക്കാൾ ഒരു കുട്ടിക്ക് പരിചയമുള്ള ആളാരാണ്? അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിർത്താതെ 5 മിനിറ്റ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലിക്കൊടുത്താൽ ഏത് കുട്ടിയാണെങ്കിലും ആ കുട്ടി കരച്ചിൽ നിർത്തും. രോഗം കൊണ്ട് കരയുകയാണെങ്കിൽ പോലും തൽക്കാലത്തേക്കെങ്കിലും ആ കുട്ടി കരച്ചിൽ നിർത്തും. കാരണം ഉമ്മയേക്കാൾ ഒരു കുട്ടിക്ക് പരിചയമുള്ളത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെയാണ്. മനുഷ്യന്റെ ഏറ്റവും വലിയ ബന്ധം അള്ളാഹുവിനോടാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഭൂമിയിലേക്ക് ജനിച്ചു വന്ന ഒരു കുട്ടി ആദ്യത്തെ 3 മാസം അള്ളാഹ് എന്ന ചിന്തയിൽ മാത്രമായിരിക്കും ഉണ്ടാവുക.
ദുന്യാവുക്ക് ജനിച്ചു വന്ന ഒരു കുട്ടി ആദ്യത്തെ 3 മാസം അല്ലാഹ് എന്ന ചിന്തയിൽ മാത്രം. രണ്ടാമത്തെ 3 മാസത്തേക്ക് കിടക്കുമ്പോൾ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് മാറും. മൂന്നാമത്തെ 3 മാസത്തിലേക്ക് കടക്കുമ്പോൾ സ്വലാത്തിന്റെ അവസ്ഥയിൽ നിന്ന് മാതാപിതാക്കൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഒരു കുട്ടിക്ക് എങ്ങനെ താരാട്ടു പാടണം എന്ന് വരെ പഠിപ്പിച്ചു അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി. അതാ അനുകരിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. ആദ്യത്തെ 3 മാസം കുട്ടിയെ ഉറക്കുമ്പോൾ എല്ലാ അമ്മമാരും കേട്ടോളി. ആദ്യത്തെ 3 മാസം കുട്ടിനെ ഉറക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രമാ ചൊല്ലേണ്ടത്. രണ്ടാമത്തെ 3 മാസത്തിലേക്ക് കടക്കുമ്പോഴാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് കൂട്ടിച്ചൊല്ലേണ്ടത്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. രണ്ടാമത്തെ 3-ാം മാസത്തിലേക്ക് കടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള സ്വലാത്തിന്റെ മർത്തബയിലേക്ക് കുട്ടി പ്രവേശിക്കുന്നു. 6 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഒരു കുട്ടി യഥാർത്ഥത്തിൽ മാതാപിതാക്കൾക്ക് ഇസ്തിഗ്ഫാർ ചെയ്യുന്ന മഖാമിലേക്ക് പ്രവേശിക്കുന്നത്. താരാട്ടുപാട്ടുകൾ പാടേണ്ടത് 6 മാസത്തിന് ശേഷമാണ്. അതുതന്നെ മാതാപിതാക്കളെ പരിചയപ്പെടുത്തുന്ന പാട്ടുകളാണ് പാടേണ്ടത്. ഒന്നാമത്തെ 3 മാസം അള്ളാഹുവിനെ മാത്രം പരിചയപ്പെടുത്തുന്നു. രണ്ടാമത്തെ 3 മാസം മുഹമ്മദ് നബിയെയും കൂടി പരിചയപ്പെടുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തെ 3 മാസത്തിലേക്ക് കടക്കുമ്പോൾ മാതാപിതാക്കളെ പരിചയപ്പെടുത്തുന്നു. കാരണം മാതാപിതാക്കൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുന്ന മഖാമിലേക്ക് ഒരു കുട്ടി പ്രവേശിക്കും. ഈ ദുനിയാവിൽ അല്ലാഹു തആല ഏറ്റവും കൂടുതൽ സംരക്ഷണം നൽകിയത് കുട്ടികൾക്കാണ്. നമ്മളൊക്കെ പിശാചിന്റെ മെറ്റീരിയലായ അഗ്നി കൊണ്ട് പാചകം ചെയ്ത ഭക്ഷണം കഴിക്കുമ്പോൾ തീ സ്പർശിച്ചിട്ടില്ലാത്ത പാചകം ചെയ്ത ഭക്ഷണമാണ് അല്ലാഹു തആല കുട്ടികൾക്ക് വേണ്ടി ഒരുക്കിയത്. അതാണ് മുലപ്പാല്. മുലപ്പാല് എന്ന് പറഞ്ഞാൽ കാച്ചിയ പാലാണ്. മുലപ്പാൽ ആരും കാച്ചി കൊടുക്കലില്ല, അത് കാച്ചിയ പാലാണ്. അഗ്നി തൊടാതെയാണത്. പിശാചിന്റെ മെറ്റീരിയലായ അഗ്നി ഉപയോഗിക്കാതെ പാചകം ചെയ്ത ഭക്ഷണമാണ് മുലപ്പാല്. ആ മുലപ്പാലാണ് അള്ളാഹു കുട്ടിക്ക് വേണ്ടി സംവിധാനിച്ചത്. കുട്ടികൾ അത്രയും ഈ പ്രപഞ്ചത്തിൽ സംരക്ഷണമുള്ളവരാണ്. അങ്ങനെ നമ്മൾ നല്ല നിലയിൽ കുട്ടിയെ വളർത്തിയാൽ നാളെ ഏറ്റവും സുന്ദരമായി ജീവിക്കുന്ന യുവാക്കളായി അവർ മാറും. യുവാക്കളെ കുറ്റം പറയാൻ നമുക്ക് വളരെ എളുപ്പമാണ്. ചെറുപ്പക്കാരൊക്കെ അങ്ങനെ തന്നെ എന്ന് പറയാൻ വളരെ സുഖമാണ്. ചെറുപ്പക്കാരൊക്കെ എങ്ങനെ ആയത് എന്നതാണ് പഠിക്കേണ്ട വിഷയം. ഒരു വാപ്പയാകാനും ഉമ്മയാകാനും ശ്രമിച്ചിരുന്നെങ്കിൽ ചെറുപ്പക്കാർ ഇങ്ങനെ ആകൂലായിരുന്നു. സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അറുക്കാൻ കൊണ്ടുപോയ സംഭവം, അറുക്കാൻ വേണ്ടി കൊണ്ടുപോയപ്പോ അവിടെ എത്തിയപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, മോനെ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക, സ്വപ്നം മുഖേന എനിക്ക് അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഓർഡർ ഉണ്ട്, നിന്നെ അറുക്കണമെന്ന്. സ്വപ്നം മുഖേന നിന്നെ അറുക്കണമെന്ന് എനിക്ക് ഓർഡർ ഉണ്ട്. അതുകൊണ്ട് മോനെ ഞാൻ എന്താ ചെയ്യേണ്ടത്? സയ്യിദുനാ ഇസ്മായിൽ അലൈഹിസ്സലാം പറഞ്ഞു, യാ ബതിഫ് അൽ മാ തുമർ, വാപ്പ നിങ്ങളോട് എന്താണ് കൽപ്പനയുള്ളത് അത് നിങ്ങൾ ചെയ്യണം. ഞാൻ വളരെ ക്ഷമാശീലനായി എന്നെ നിങ്ങൾക്ക് എത്തിക്കാം വാപ്പ എന്ന് സയ്യിദുനാ ഇസ്മായിൽ അലൈഹിസ്സലാം പറഞ്ഞു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട്. ശരിക്കും ആ വാക്ക് ഒരു ഉമ്മയിൽ നിന്നുള്ള ഏറ്റവും വലിയ വിദ്യാഭ്യാസമാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് അനുസരിക്കുക എന്നതിനപ്പുറം ഈ ദുനിയാവിൽ ഒന്നുമില്ല എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇസ്മായിൽ അലൈഹിസ്സലാമിന് തൻ്റെ ഉമ്മ നൽകിയ വിജ്ഞാനമാണ് യാ അബതിഫ് അൽ മാ തുമർ, വാപ്പ നിങ്ങൾക്ക് എന്താണ് കൽപ്പന ലഭിച്ചത് അത് നിങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞത്. അതാണ് ആ ഉമ്മ പഠിപ്പിച്ചത്. ഹാജർ ഉമ്മ എന്ന് പറയുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഭാര്യയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ ഉമ്മയും
ദുനിയാവിൽ അള്ളാഹുവിന്റെ തെളിവ് എന്ന് പറഞ്ഞത് സഫ മർവ എന്നീ രണ്ട് കുന്നുകളാണ്. ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്. സഫയും മർവയും ദുനിയാവിൽ അള്ളാഹുവിന്റെ അടയാളങ്ങളാകുന്ന വിശുദ്ധ ഖുർആൻ. സഫ എന്ന കുന്നും മർവ എന്ന കുന്നും ഈ ദുനിയാവില് അല്ലാഹ് ഉണ്ട് എന്നതിന്റെ രണ്ട് ദൃഷ്ടാന്തങ്ങളാണ്. എന്താണ് സഫയുടെയും മർവയുടെയും ചരിത്രം? ഹാജറ റളിയല്ലാഹു അൻഹ, ഹാജർ ഉമ്മ, വളരെ മുമ്പ് പഴയ കാലത്ത് അടിമയായിരുന്ന ഒരു സ്ത്രീ തൻ്റെ മനസ്സിനെ അള്ളാഹുവിലേക്ക് ഏർപ്പിച്ചതാണ് സഫയുടെയും മർവയുടെയും കഥ. ഇബ്രാഹിം നബി മരത്തിൻ്റെ ചോട്ടില് ഇസ്മായിൽ നബിയെയും ഹാജറുമ്മയെയും കൊണ്ടാക്കുകയാണ്. ഒരു തോൽപാത്രത്തിൽ അല്പം വെള്ളവും വേറൊരു പാത്രത്തിൽ അല്പം കാരക്കയും മരത്തിൻ്റെ ചോട്ടിൽ ഇരുത്തിയിട്ട് മടങ്ങിപ്പോകുമ്പോൾ ഹാജറ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, അല്ല മനുഷ്യ, ഇനി ഈ ചെറിയ കുട്ടിനെ ഇവിടെ ആക്കിയിട്ട് നിങ്ങൾ പോവാണോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിഞ്ഞു നോക്കിയില്ല, മുന്നോട്ട് പോയി. രണ്ടാമതും ചോദിച്ചു, അല്ല നിങ്ങൾ എങ്ങോട്ടായി പോണത്? ഇനി ഈ കുട്ടിനെ ഇവിടെ ആക്കിയിട്ട് നിങ്ങൾ പോവാണോ? തിരിഞ്ഞു നോക്കിയില്ല. മൂന്നാമത് ഹാജർ ഉമ്മ ചോദിച്ചു, അല്ലാഹു അമറക ബിഹാദാ, അല്ലാഹ് പറഞ്ഞിട്ടാണോ ഞങ്ങളവിടെ ആക്കിയിട്ട് പോണത്? അതിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, നഅം, അതെ. എന്നിട്ട് നോക്കിങ്ങള്, യഥാർത്ഥത്തിൽ ഒരു മരുഭൂമിയിൽ ഒരു തള്ളിയും ഒരു കുട്ടിയും കൂടിയും ഒറ്റപ്പെട്ടാൽ ആ സ്ത്രീ എന്താ ചെയ്യേണ്ടത്? ആ കുട്ടിനെ എടുത്തിട്ട് ആൾക്കാരുള്ളിടത്തേക്ക് പോവുക ചെയ്യണ്ടേ. എന്നാൽ ഹാജറ ബീവി റളിയല്ലാഹു അൻഹ കുട്ടിയെ എടുക്കുന്നില്ല. കുട്ടിനെ അവിടെ കടത്തിയിട്ട് അവർക്ക് പോകാനൊരു പ്രയാസമില്ല. ഒരു തോൽപാത്രം, അതിൽ വെള്ളം കഴിഞ്ഞിക്കണു, അടുത്ത് തോളിലിട്ടാൽ മതി. പിന്നെ ചെറിയൊരു പാത്രമാണുള്ളത്, കാരക്കപ്പാത്രം, അതിൽ കാരക്കയില്ല, അത് കൈ പിടിച്ചാൽ മതി. കുട്ടിനെ എടുത്തിട്ട് ആളുകൾ എവിടെയുള്ള വെച്ചാൽ അങ്ങോട്ട് പോകാൻ വേണ്ടത്. അതിന് പകരം കുട്ടിയെ അവിടെ കിടത്തിയിട്ട് ഹാജറ ബീവി റളിയല്ലാഹു അൻഹ സഫയിലേക്ക് കയറുന്നു. ഒരാളുടെ ഉയരത്തിൽ കയറിയിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കുട്ടിയുടെ അടുത്തേക്ക് ചെന്നായ വരുന്നു. ഇറങ്ങി വന്നിട്ട് ചെന്നായയെ ഓടിച്ച് മർവ എന്ന കുന്നിലേക്ക് കയറുന്നു. ഒരാളുടെ ഉയരത്തിൽ കയറി അങ്ങനെ ചെന്നായ വരുന്നിടത്ത് പിന്നെ ആ കുട്ടിനെ കടത്തിയിട്ട് 7 പ്രാവശ്യം ഇങ്ങനെ പോണ എന്തിനാ? ഇവിടെ കടത്താനാണ് അള്ളാഹുവിൻ്റെ നിർദ്ദേശം. അതിനെ ഇവിടെ നിൽക്കാൻ പറ്റില്ല, അത് ഇവിടെ കടത്താനാ. അത് ഇബ്രാഹിം നബിയോട് ചോദിച്ചു, ഇവിടെ ആക്കി പോണത് അള്ളാഹ് പറഞ്ഞിട്ടാണോ? നഅം എന്നാണ് മറുപടി. അതുകൊണ്ട് അവിടെ നിർത്തിയില്ല, അവിടെ തന്നെ കടത്തി. ഒരു സ്ത്രീ തൻ്റെ മനസ്സിനെ അള്ളാഹുവിന് അർപ്പിച്ചപ്പോൾ അള്ളാഹു ഒരു വെള്ളം കൊടുത്തു. ഒരു ഉമ്മ തൻ്റെ കുട്ടിക്ക് പച്ചവെള്ളത്തിന് വേണ്ടിയുള്ള ആഗ്രഹം, ആ പച്ചവെള്ളമാണ് സംസം എന്ന് പറയുന്ന വെള്ളം. മാഉ സംസമിൻ ലിമാ ശുരിബ ലഹു ഹബീബുനാ റസൂലുള്ളാഹി. സംസം വെള്ളം ഒരാൾ എന്തിനാണോ കുടിച്ചത്, ആ കുടിച്ചതിനെല്ലാം പറ്റും.